പാലക്കാട് നെന്മാറ തിരുത്തമ്പാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നാണ്. ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പറയുക. കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന കോടതി കണ്ടെത്തിയിരുന്നു. 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ലക്ഷങ്ങൾ മുടക്കിയാണ് നഗരസഭ ഓട്ടോറിക്ഷകൾ വാങ്ങിയത്. ഇതിന് പിന്നിൽ അഴിമതിയാണെന്ന ആരോപണം ശക്തമാണ്. ശുചിത്വ മിഷന്റെ സഹായത്തോടുകൂടി 1 വർഷം മുമ്പ് കൊട്ടിയാഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് നഗരസഭാ കെട്ടിടത്തിന്റെ ഗോഡൌണിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ 44 വാർഡുകളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് 16 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് 3 ഓട്ടോറിക്ഷകൾ വാങ്ങിയത്. ഒരു ദിവസം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി സ്മാരകമായി മാറാൻ ഇടവരുത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും 44 വാർഡുകളിൽ ഉപയോഗിക്കുന്നതിനായിട്ടാണ് ഈ ഇലക്ട്രിക് 3 ഗുഡ്സ് ഓട്ടോകൾ വാങ്ങിയത്. ഇവ 16 ലക്ഷത്തോളം രൂപ മുടക്കി രജിസ്റ്റർ ചെയ്ത് ഇവിടെ കൊണ്ടിട്ട ഈ ഓട്ടോകൾ ഇതുവരെയും നിരത്തിലിറങ്ങി എത്തില്ല. അവ ഉപയോഗശൂന്യമാണ്. ഗുണനിലവാരമില്ലാത്ത ഓട്ടോറിക്ഷകളാണ് ഇതെല്ലാം. ഇത് വാങ്ങിയ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും അന്വേഷണം നടത്തി ഈ അഴിമതി അന്വേഷിച്ച് അവരുടെ പേരിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. ഓട്ടോമൊബൈൽ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള KLM നഗരസഭാ ചുറ്റുവട്ടത്ത് തന്നെ പ്രവർത്തിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഇത്തരമൊരു ഓട്ടോറിക്ഷ വാങ്ങിയതിന്റെ പിന്നിൽ അഴിമതിയാണെന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ഹരിത കേരളം പദ്ധതി മുൻനിർത്തിയാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തിരഞ്ഞെടുത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര.